കർക്കിടകത്തിലെ കാർത്തിക എൻ്റെ അമ്മയുടെ പിറന്നാളായിരുന്നു കേട്ടോ ഇന്നലെ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പിറ്റേസാണ്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വേദി എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് ടാറ്റൊക്കെ തന്നിട്ട് പോകാൻ പറയട്ടെ. ഈ വാച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഗൈസ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയേ. അപ്പോൾ ഞാനൊരു 10 മണിയോ 10:30 നേരത്തെ ബസ് സ്റ്റോപ്പിലേക്ക് പോയത് കേട്ടോ. കുറേ നേരം കാത്തു നിന്ന് കണ്ണ് കടച്ചും കാല് കടച്ചിട്ടും അവസാനം ബസ് വന്നു. എന്നിട്ട് ഞാൻ കറുവത്തൂർ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയ നേരത്തെ ആ ടൈമിൽ മഴ പെയ്തു കേട്ടോ. അപ്പോൾ അതാ ഈ കടയ്ക്ക് പോയി. അവിടെ അവൾക്ക് ത്രെഡിൻ്റെ ഉളൻ ത്രെഡ് എന്തോ വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ, രാഗി ഉണ്ടാക്കാൻ. അപ്പോൾ അവിടെയുള്ള കടയുടെ ആൾ പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ച കുട്ടി കേട്ടോ, 30 രൂപയ്ക്ക് കമ്മലോളാണ്, എല്ലാം ഏതെടുത്താലും 30 രൂപ പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് ആവശ്യമുണ്ട് കമ്മൽ. ഓൺലൈനിൽ നോക്കി വെച്ചിരിക്കുന്നു. ഓൺലൈനിലാണെങ്കിൽ 100-150 ഉണ്ട് ആ കമ്മലിനൊക്കെ. അപ്പം എന്നാൽ 30 രൂപയ്ക്ക് ലാഭം ലഭിച്ചിട്ട് 2 കമ്മൽ എനിക്കും അവൾക്കും വാങ്ങിയിട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ പിറന്നാളല്ലേ, പപ്പൂട്ടനും ഞാനും കൂടി ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു കേക്ക് വാങ്ങാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു കാരമലിൻ്റെ കേക്ക് അവിടെ നിന്ന് വാങ്ങി. പിന്നെ അല്ലറ കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ വേദു എന്നോട് ജ്യൂസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജ്യൂസും വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് പപ്സും വാങ്ങിയിട്ട് ഞാൻ കടയിൽ നിന്ന് ഇവിടെ ഇറങ്ങി കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. അമ്മയ്ക്ക് അറിയില്ല ഞാൻ കേക്ക് കൊണ്ടുവരണ്ടെന്നൊന്നും. അറിഞ്ഞു കഴിഞ്ഞാൽ പറയും വേണ്ടാന്ന്. അപ്പോൾ ഈ കടയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ചേച്ചി കേക്കിൻ്റെ മുകളിൽ പേരൊക്കെ അവിടെ എഴുതി, ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ചേച്ചി എഴുതുന്നു കണ്ടപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് HBD ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിനാണ് ചേച്ചി അത്രയും സമയം എടുത്തത്. എന്നാലും ചേച്ചി എഴുതി, വേദം എഴുതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ പിന്നെ മഴയൊന്നും പെയ്തില്ല. എന്നിട്ട് ഞാൻ വാതിൽ തുറക്കാൻ പറയായിരുന്നു കേട്ടോ. അപ്പം വീണ്ടും അമ്മയും കൂടിയിട്ട് അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് കേട്ടോ. അവനെ നോക്കിയിട്ടും അങ്ങനെ ഇതായിട്ടും അമ്മ ഓരോരോ പണികളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇതായിരിക്കുകയാണേ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടു. സദ്യ ഒന്നുമില്ല, ചെറിയ ചോറും സാമ്പാറും അവിയലല്ല ഓലനും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക്. അപ്പോൾ കേക്ക് ബേബിക്കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട്, ശനിയാഴ്ച അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, സ്കൂൾ വിട്ട് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കേക്ക് മുറിച്ചത്. അപ്പോൾ ലഡ്ഡു ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കേക്ക് ഞാനും വാങ്ങി. അപ്പോൾ അതൊക്കെ മുറിക്കാനുള്ള ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവർ. അതിങ്ങനെ നെല്ലിപ്പലക ഇതായിട്ട് ഇരിക്കുകയായിരുന്നു വേദും ബേബി. അങ്ങനെ തൊടാൻ വേണ്ടി ഇങ്ങനെ ടെൻഡൻസി ആയിരുന്നേ. പിന്നെ അമ്മോട് ഞാൻ പറഞ്ഞു മാക്സി മാറ്റിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ അപ്പം അമ്മ വീണ്ടും ഞങ്ങൾക്ക് തിരിച്ചൊരു സർപ്രൈസ് തന്നു. ചുരിദാർ ഇട്ടു ഗൈസ്. അമ്മയ്ക്ക് ചുരിദാർ വാങ്ങി കൊടുത്താലും അമ്മ അത് ഇട്ടില്ല, അമ്മയ്ക്ക് നാണക്കേട്. ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊടുത്ത ചുരിദാറാണ് കേട്ടോ അത്. നല്ല ഭംഗിയുണ്ട് അമ്മയ്ക്ക്. പക്ഷേ എത്രയായാലും അമ്മ ചുരിദാർ പുറത്തേക്ക് ഇടുകയില്ല, നാണക്കേടാന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രായമായവരടക്കം ചുരിദാറാണ് ഇടുക. നാണക്കേടല്ലല്ലോ നോക്കുക, നമ്മുടെ കംഫർട്ടല്ലേ നോക്കുക. ബസ്സിലൊക്കെ കയറുമ്പോൾ ചുരിദാറിട്ട് കയറാനാണ് ഇപ്പോൾ സുഖം. സാരി ഇട്ടിട്ട് ഈ മഴയത്തും ഇതൊക്കെ വലിഞ്ഞ് കയറുക പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അവർ കേക്കൊക്കെ മുറിച്ച് ആരും ഉണ്ടായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു കുഞ്ഞ് കേക്കാരുടെ കേക്കാട്ടോ വാങ്ങിയത്. അതൊക്കെ മുറിച്ചു. ബേബിക്കുട്ടി അമ്മമ്മയുടെ വായിൽ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ അമ്മമ്മ കുട്ടികളുടെ വായിൽ വെച്ച് കൊടുത്തു. അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ, സേമിയ. എത്രയേ ഉള്ളൂ എൻ്റെ അമ്മയുടെ ഒരു പിറന്നാൾ.